നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഫിസിക്കൽ പോളിസി. നമുക്ക് ആദ്യം പബ്ലിക് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. The study of public finance as a branch of economics has came to occupy a very important role in economic literatures since last 9 decades. Public finance is that science which deals with the income and expenditure of public authorities. The word public authority include all sort of government. ഇതിൽ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ബ്രാഞ്ച് ഓഫ് എക്കോണമിക്സ് ആണ്. എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് അത്. എക്കണോമിക് ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് 9th ഡിക്കേഡ് വരെയും പ്രാധാന്യം ചെയ്തുകൊണ്ടിരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിന്നിരുന്നത്. പബ്ലിക് ഫിനാൻസ് ഒരു സയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ആ സയൻസ് പബ്ലിക് അതോറിറ്റി ചെയ്യുന്ന അവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടുമുള്ള പഠനത്തെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. പബ്ലിക് ഫിനാൻസിൽ ഗവൺമെൻറ് അതോറിറ്റി ചെയ്യുന്ന പബ്ലിക് അതോറിറ്റി ചെയ്യുന്ന വരുമാനത്തിനെയും ചിലവിനെയും കുറിച്ചിട്ടുള്ള പഠനത്തെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിൽ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ മേഖലയും പബ്ലിക് അതോറിറ്റി എന്ന് പറയും. ഓൾ സോർട്ട് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. The term public finance is a combination of two words, namely public and finance. The public is represented by government or state. The other words, finance means the money resources. These money resources are in form of income and expenditure. എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഫിനാൻസ് എന്നുള്ളത് പബ്ലിക്കും ഫിനാൻസും എന്നുള്ള രണ്ട് വാക്കിൽ നിന്ന് വന്നതാണ്. പബ്ലിക് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം എന്നല്ല, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്നാണ്. ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ മണി റിസോഴ്സസിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ മണി റിസോഴ്സസിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ഫിനാൻസ് എന്നുള്ളത് രണ്ട് ടേമിൽ നിന്നാണ്, പബ്ലിക്കും ഫിനാൻസും. പബ്ലിക് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ്, ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ മണി റിസോഴ്സസ് ആണ്, അത് ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ്. Thus, public finance refers to the systematic study of the operation of public income and expenditure of public authority. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് വെച്ചാൽ പബ്ലിക് അതോറിറ്റി ചെലവ് ചെയ്യുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചറിനെയും കുറിച്ചിട്ടുള്ള പഠനമാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ, ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ്: പബ്ലിക് ഫിനാൻസ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെയാണ്. ആഡം സ്മിത്ത് എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ വരുമാനത്തെയും ചിലവിനെയും നേച്ചറും പ്രിൻസിപ്പിളും മനസ്സിലാക്കാനുള്ള ഇൻവെസ്റ്റിഗേഷനാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൊഫസർ ഡാൽട്ടൺ പറയുന്നത് പ്രകാരം പബ്ലിക് ഫിനാൻസ് ഈസ് കൺസേൺ വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റി ആൻഡ് വിത്ത് ദ മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വൺ അനദർ. ഇദ്ദേഹം പറഞ്ഞത് ആഡം സ്മിത്ത് പറഞ്ഞ പോലത്തെ ഡെഫിനിഷൻ തന്നെയാണ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റി ചെയ്യുന്ന ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും പിന്നെ ഇവ തമ്മിലുള്ള മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുമുള്ള പഠനത്തെയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് ഫിനാൻസ്: ടു സെക്യൂർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇതിൽ പറയുന്നത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ്, മാൻ മെയ്ഡ് ഹ്യൂമൻ റിസോഴ്സസ് തുടങ്ങിയവയെല്ലാം ശരിയായ രീതിയിലുള്ള ഉപയോഗം നടത്തണം എന്നാണ് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ നമ്മളിപ്പോൾ ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ഗുഡുകൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമല്ലാത്ത ഗുഡുകൾ നിർമ്മിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഒരു രീതിയാണ് അതിൽ കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ നികുതി അതിൽ ചുമത്തുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഉൽപ്പാദനവും ഉപഭോഗവും കുറയ്ക്കാൻ പറ്റും. ഇതൊരു പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായുള്ള എസെൻഷ്യൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ടാക്സ് റിഡംഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ടാക്സിൻ്റെ കൺസംഷൻ കൊടുത്തിട്ട് അവരെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പബ്ലിക് ഫിനാൻസിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത്, ടു മെയിൻറ്റെയിനിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. എക്കോണമിയിൽ ഇൻഫ്ലേഷനോ ഇല്ലെങ്കിൽ ഡീഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻ വരാതെ ഇക്കോണമിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻഫ്ലേഷൻ പറഞ്ഞു,
ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് ആ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഡീഫ്ലേഷൻ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടാക്സുകൾ കുറച്ചു, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഇല്ലാത്ത ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പബ്ലിക് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് തേർഡ്, ടു ആക്സിലറേറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഇതിലെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഗവൺമെൻറ് നികുതി ചുമത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെലവുകളും നടത്തുന്നുണ്ട്. ഈ ചെലവുകൾ നടത്തുന്നതിലൂടെ എക്കണോമിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ടാക്സ് ചുമത്തിയിട്ട് പൈസ കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് എക്സ്പെൻഡിച്ചറായിട്ട് റോഡ്, ബ്രിഡ്ജ്, റെയിൽവേ, സ്കൂൾസ്, കോളേജ്, ഹെൽത്ത് സെൻറ്റർ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കുന്നു. ഇത് ഡെവലപ്മെൻറ്റിലേക്ക് വഴിതിരിക്കുകയും ഇത് എക്കോണമീനെ ആക്സിലറേറ്റ് ചെയ്യും, കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് ഒബ്ജക്റ്റീവ്, ടു സെക്യൂർ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്. അതായത് റിച്ച് ബിക്കം റിച്ച്, അതായത് പണക്കാർ വീണ്ടും പണക്കാരാവുകയും പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരാകുകയും ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ പബ്ലിക് ഫിനാൻസ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അധികമുള്ളവരിൽ നിന്ന് ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന രീതിയും ആ ടാക്സ് കിട്ടിയ തുകയിൽ നിന്നും ചെലവ് ചെയ്യുന്ന രീതിയും ഇതിനൊരു ഉദാഹരണമാണ്. ടു റെഡ്യൂസ് എക്കോണമിക് ഇൻഇക്വാലിറ്റി, ഇതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇല്ലാതിരിക്കുക, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും ഹൈ ഡിസ്പാരിറ്റി ഇല്ലാതെ ഇൻകം ടാക്സിലൂടെ ഈ ഡിസ്പാരിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ടു അച്ചീവ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസിൻ്റെ മേജർ ഒബ്ജക്റ്റീവാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരിക. ഇത് പ്രകാരം ഇപ്പോൾ ടാക്സ് ചുമത്തുന്നു, ടാക്സ് കിട്ടുന്നത് വെച്ചിട്ട് ഗവൺമെൻറ് ചിലവ് നടത്തുന്നു, റോഡ്, മറ്റു പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരുമ്പോഴും അതിൽ കുറേ പേർക്ക് എംപ്ലോയ്മെൻ്റ് ആയിട്ടും കിട്ടുന്നുണ്ട്, അവർക്ക് ഇൻകവും കിട്ടുന്നുണ്ട്. അതുമൂലം ഈ പബ്ലിക് ഫിനാൻസസ് യൂസ് ചെയ്തിട്ട്, അതായത് ഇൻകവും റവന്യൂവും എക്സ്പെൻഡിച്ചറും യൂസ് ചെയ്തിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഇതാണ് ഒരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ടു അച്ചീവ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒപ്റ്റിമമായിട്ടുള്ള ഉപയോഗത്തിനെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക് ഫിനാൻസിലൂടെ അവർ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റീവാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും കൂട്ടുകയും അതുമൂലം ക്യാപിറ്റൽ ഫോർമേഷൻ കൊണ്ടുവരികയും. ഇപ്പോൾ ജനങ്ങൾ സേവ് ചെയ്യുന്നതിനെയാണ് പിന്നീട് അത് ഇൻവെസ്റ്റ്മെൻറ്റായി മാറുകയും ഇത് ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പബ്ലിക് ഫിനാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് അഥവാ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് റിമൂവിങ് ഇൻഇക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. എന്താണ്? റെഡ്യൂസിങ് ദ അപ്പറൻറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഈ പബ്ലിക് ഫിനാൻസിലൂടെ ഫിസിക്കൽ എക്കണോമിക്സ്റ്റ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ റിച്ചും പുവറും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ് ഇല്ലാതാക്കുക എന്നാണ്. കൺട്രോളിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ. നമ്മൾ പറഞ്ഞു പണപ്പെരുപ്പവും ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയി കുറയുന്നതിന് നമ്മൾ ഡീഫ്ലേഷൻ എന്നും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞു? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ടാക്സ് ചുമത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പണത്തിൻ്റെ സർക്കുലേഷൻ കുറയുകയും ഇൻഫ്ലേഷനെ കൺട്രോളിൽ നിർത്താനും പറ്റും. ഡീഫ്ലേഷനുള്ള സമയത്താകുമ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് റെഡ്യൂസ് ചെയ്ത് വരികയും അതുമൂലം സർക്കുലേഷൻ ഓഫ് മണി കൂട്ടാനും പറ്റും. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇമ്പോസ് മോർ ടാക്സസ് ആൻഡ് റേസ് ദ ഇൻറ്റേർണൽ പബ്ലിക് ഡെറ്റ്. അതുപോലെ റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനറി സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇക്കോണമിയിൽ സ്റ്റേബിൾ എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നു. ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ടാക്സ് ഉപയോഗിച്ച് റോഡും ബ്രിഡ്ജ്, റെയിൽവേസ്, സ്കൂൾസ്, കോളേജ്, ഹെൽത്ത് സെൻറ്റർ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുവാൻ ഈ പബ്ലിക് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻക്രീസിങ് എക്സ്പോർട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്ത സംഭവം മറ്റൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്ത ആ സാധനത്തിന് കിട്ടുന്ന തുകയില്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനമാണ്.
അങ്ങനെ രാജ്യത്തിൻ്റെ വരുമാനം കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ പബ്ലിക് ഫിനാൻസ് മൂലം പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുമൂലം ടാക്സ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നു. അതുപോലെ ഇമ്പോർട്ട് കുറയ്ക്കുവാനും ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. എൻകറേജ് സേവിങ്, ജനങ്ങളുടെ ഇടയിലുള്ള സേവിങ് എന്നുള്ള ആ ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടി പബ്ലിക് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സേവിങ്ങിനെ ആയിരിക്കും അതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റായി കൺവേർട്ട് ചെയ്യുകയും അത് ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അലോക്കേറ്റിംഗ് റിസോഴ്സസ് പ്രോപ്പർലി, നമ്മൾ പറഞ്ഞു പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സും ഹ്യൂമൻ റിസോഴ്സും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ലെസ് ഡിസൈറബിൾ ആയിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമല്ലാത്ത പ്രൊഡക്റ്റുകൾ ഉൽപ്പാദനം കുറയ്ക്കുവാൻ വേണ്ടി ടാക്സ് ഇമ്പോസ് ചെയ്യുകയും അതുമൂലം പ്രൊഡക്ഷൻ കൺസംഷൻ കുറയും. ഇത് തന്നെ ആവശ്യമുള്ളതിനാണെങ്കിൽ ഇതിന് നേരെ തിരിച്ചായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബ്രിങ്ങിങ് ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ അർബണും റൂറലും തമ്മിലുള്ള ഡിഫറൻസും അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയൽ സെക്ടർ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലാം ഇല്ലാതാക്കി ഈ മേഖലകളിലെല്ലാം ബാലൻസ് കൊണ്ടുവരിക, ഇത് പബ്ലിക് ഫിനാൻസിലൂടെ സാധ്യമാണ്. ഇനി നോക്കാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് പബ്ലിക് ഫിനാൻസ്, എന്താണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് നോക്കാം. പബ്ലിക് ഫിനാൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, ദ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റി. പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ വരുമാനത്തെയും ചിലവിനെയും കുറിച്ചിട്ടുള്ള പഠനമാണ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഫിനാൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറി, പേഴ്സണൽ ഫിനാൻസ് ആൻഡ് ബിസിനസ് ഫിനാൻസ്. നമുക്ക് പ്രൈവറ്റ് ഫിനാൻസിനെ പേഴ്സണൽ ഫിനാൻസ് എന്നും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഫിനാൻസ് എന്നും പറയാൻ പറ്റും. പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി, ഒരു സിംഗിൾ കൺസ്യൂമറുടെ ഒപ്റ്റിമൈസിങ് ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ദ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസിങ് ഫിനാൻസ്, അതിനെയാണ് പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ അവരുടെ സാമ്പത്തിക നടത്തത്തെക്കുറിച്ചിട്ടുള്ളതാണ് പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസ് ഫിനാൻസ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് ഒപ്റ്റിമൈസിങ് ഫിനാൻസസ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻസിങ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും നമുക്ക് നോക്കാം. ആദ്യം സിമിലാരിറ്റീസ്: മാക്സിമം അഡ്വാൻറ്റേജസ്, പ്രിസിഡൻസ് ഓഫ് ഇൻകം, സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്, ബോറോയിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അതിൽ ഫസ്റ്റ്, മാക്സിമം അഡ്വാൻറ്റേജസ്. The objective of both to secure the maximum advantage out of the expenditure. Private individual try to maximum utilize out of his expenditure and government wishes to achieve maximum social advantages out of its expenditure. ഇതിൽ മാക്സിമം അഡ്വാൻറ്റേജസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ പബ്ലിക് ഫിനാൻസസ് ആയാലും ശരി പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ശരി അവർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ കൊണ്ട് അവർക്ക് മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടണം, മാക്സിമം ഗുണം കിട്ടണം എന്നേ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻഡിവിജ്വൽ വൈസുള്ള മാക്സിമം യൂട്ടിലിറ്റി, മാക്സിമം സംതൃപ്തി കിട്ടണമെന്നും അയാൾ നടത്തുന്ന ചിലവ് കൊണ്ട് അയാൾക്ക് അതിൽ നിന്ന് മാക്സിമം സംതൃപ്തി കിട്ടണമെന്നായിരിക്കും അയാൾ വിചാരിക്കുക. അത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജസ് കിട്ടണമെന്നായിരിക്കും വിചാരിക്കുക. ഈ എക്സ്പെൻഡിച്ചർ കൊണ്ട് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടണമെന്നാണ് പബ്ലിക് ഫിനാൻസ് എക്സ്പെക്റ്റ് ചെയ്യുക. രണ്ടാമത്തത് പ്രസിഡൻസ് ഓഫ് ഇൻകം എന്ന് വെച്ചാൽ ഇൻകം ആയിരിക്കും അവർ ആദ്യം മുൻകൂട്ടി കാണുന്നത്. The private finance income must precede expenditure and the public finance as well. The revenue has to be raised before the expenditure can be met. എക്സ്പെൻഡിച്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, പബ്ലിക് ഫിനാൻസ് ആയാലും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ആദ്യം അതിന് വേണ്ട ഇൻകം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്, അതായത് ഒരു റിസോഴ്സസ് ഇല്ലാത്തൊരവസ്ഥ, അതിനെയാണ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. Scarcity of resources in relation to end is a factor common to both. The private individual as well as the state has to adjust their scarce resources to meet multiple ends.
നമ്മൾ പറയാത്ത ആൾക്കാരുടെ ആവശ്യങ്ങൾ അപരിമിതവും അതിനുള്ള റിസോഴ്സസ് എന്നുള്ളത് പരിമിതവുമാണ്. ഈ പരിമിതമായ റിസോഴ്സസ് യൂസ് ചെയ്ത് അവർ മാക്സിമം സംതൃപ്തി കണ്ടെത്താനാണ് നോക്കുന്നത്. ബോറോയിങ്, കടം വാങ്ങിക്കുക. ബോത്ത് ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഹാസ് ടു റിസോർട്ട് ബോറോയിങ് വെൻ എക്സ്പെൻഡിച്ചർ എക്സീഡ് റവന്യൂ. ഇപ്പോൾ നമ്മൾക്ക് വരവിനേക്കാളും കൂടുതൽ ചിലവുള്ള സമയത്ത് പബ്ലിക് ഫിനാൻസ് ആയാലും പ്രൈവറ്റ് ഫിനാൻസ് ആയാലും ആദ്യം ചെയ്യുന്നത് മറ്റൊരു ബാങ്കിൽ നിന്നോ മറ്റൊന്നിൽ നിന്നോ കടം വാങ്ങിക്കുന്നതാണ്. ഇതാണ് 4th പോയിന്റ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ പബ്ലിക് ഫിനാൻസ് ഓൾവേസ് ഫേസ് സം പ്രോബ്ലം ഓഫ് അഡ്ജസ്റ്റിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മളോട് പറഞ്ഞു ഇൻകവും എക്സ്പെൻഡിച്ചറും എപ്പോഴും ഒപ്പാവണമെന്നില്ല, സന്തുലിതാവസ്ഥയിലാവണമെന്നില്ല, വരവും ചെലവും. അപ്പോൾ ഈ വരുമാനത്തിനെയും ചെലവിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ഫിനാൻസും ശരി പ്രൈവറ്റ് ഫിനാൻസും ശരി ഒരുപോലെ ശ്രമിക്കാറുണ്ട്. ഇതാണ് ഇവ തമ്മിലുള്ള സിമിലാരിറ്റീസ്. മാക്സിമം അഡ്വാൻറ്റേജസ്, പ്രിസിഡൻസ് ഓഫ് ഇൻകം, സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്, ബോറോയിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിൽ ഡിഫറൻസസും ഉണ്ട്. ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ്. അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. Government first determine the volume of expenditure that it has to incur to different heads to perform their obligation and then try to find out the resources to meet this expenditure. Individual first consider his income, then determine the volume of expenditure. It is to incur on different heads or items of consumption. ഇതിൽ പറയുന്നത് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം എത്ര ചെലവുകൾ നടത്തണമെന്ന് കണ്ടെത്തുകയും എക്സ്പെൻഡിച്ചർ എത്ര ഉണ്ടാവുമെന്ന് കണ്ടെത്തുകയും അതിനുശേഷം അതിന് എത്ര ആവശ്യമായ റവന്യൂ വേണം, വരുമാനം വേണമെന്ന് കണ്ടെത്തി ആദ്യം എക്സ്പെൻഡിച്ചറും പിന്നെ വരുമാനമാണ് കണ്ടെത്തുക. പക്ഷേ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം എത്ര വരുമാനമുണ്ട്, എത്ര റവന്യൂ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ചെലവ് അഥവാ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഡിഫറൻസസ് ഇൻ ദ ക്രെഡിറ്റ് സ്റ്റാറ്റസ്. അതായത് പബ്ലിക് ഫിനാൻസും ശരി പ്രൈവറ്റ് ഫിനാൻസും ശരി ഇവർ രണ്ടുപേരെയും കടമെടുക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. ദ ക്രെഡിറ്റ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഈസ് ദ ബെസ്റ്റ് ലിമിറ്റഡ്. ഹി ക്യാൻ ബോറോ എ ലിമിറ്റഡ് സം ഓഫ് മണി ഫോർ എ ലിമിറ്റഡ് സോഴ്സസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ക്യാൻ റേസ് ക്രെഡിറ്റ് ഓൺലി വിത്തിൻ ദ കൺട്രി, വിത്തിൻ ദ ഇക്കോണമി. ഇറ്റ് മീൻസ് പ്രൈവറ്റ് ഫിനാൻസ് ആസ് എ ലിമിറ്റഡ് സോഴ്സ്. ഇതിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് 4 പോയിന്റും പറയുന്നത്. ഇവരുടെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് എടുക്കാനുള്ളത് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് സോഴ്സിൽ നിന്നാണ് ലിമിറ്റഡ് സം ഓഫ് മണി കിട്ടുക. അതിൽ നിന്ന് ഒരു വിത്തിൻ ദ എക്കോണമിയിൽ നിന്ന് മാത്രമാണ് അവർക്ക് കടമെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ളത് ലിമിറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ഗവൺമെൻറ് അവർക്ക് ഹൈ ഡിഗ്രി ഓഫ് ക്രെഡിറ്റ് മാർക്കറ്റ് ഉണ്ട്. It can borrow large amount not only from its citizens but also from the foreigners. ഇവിടെയുള്ള ജനങ്ങളിൽ നിന്ന് മാത്രമല്ല, പൗരന്മാരിൽ നിന്ന് മാത്രമല്ല, ഫോറിനേഴ്സിൽ നിന്നും ബോറോ ചെയ്യാൻ, ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു ലാർജ് സ്കോപ്പ് പബ്ലിക് ഫിനാൻസിനുണ്ട്. പബ്ലിക് ഫിനാൻസിന് ലാർജ് സ്കോപ്പാണുള്ളത്. പ്രൈവറ്റ് ഫിനാൻസിന് സ്മോൾ ലിമിറ്റഡ് റിസോഴ്സസും ലിമിറ്റഡ് സോഴ്സാണ് ഉള്ളത്. റൈറ്റ് ടു പ്രിൻറ്റ് ദ കറൻസി പ്രിൻറ്റ് ചെയ്യാനുള്ള അധികാരം. The government has a source of income which is not available to private individual. The government can print notes which are legal tendered within the country. ഇതിൽ ഫസ്റ്റ് 2 പോയിന്റും പറയുന്നത് ഗവൺമെൻറ്റിന് ഇൻകം ഇല്ല, എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സംഭവം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻസി പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ലീഗൽ ടെൻഡർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസിലോ സാധ്യമല്ല. Government often resort to printing presses to convert the deficit in the budget engendered by war on an economic crisis. The private individual enjoy no such right to printing the currency. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസിന് ഒരിക്കലും കറൻസി പ്രിൻറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറൊരു മാർഗ്ഗവും ഇല്ല. പക്ഷേ ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിൽ ഇൻകം ഇല്ലാത്ത സിറ്റുവേഷനിൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി കറൻസി പ്രിൻറ്റ് ചെയ്യാം. എക്കോണമിക് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്തും ബഡ്ജറ്റിൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്തും സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്തും വരുമാനത്തേക്കാൾ ചെലവ് കൂടുതലുള്ള സമയത്തും ഗവൺമെൻറ്റിന് കറൻസി പ്രിൻറ്റ് ചെയ്യാൻ പറ്റും.
ദ ലോ ഓഫ് ഇക്വോ മാർജിനൽ യൂട്ടിലിറ്റി. ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി ഇതിനെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ എത്രയാണോ ചിലവ് ചെയ്യുന്നത്, എത്രയാണോ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ചിലവ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇൻകം കിട്ടും, അതിനനുസരിച്ച് യൂട്ടിലിറ്റി കിട്ടണമെന്ന് ഇൻഡിവിജ്വൽ വിചാരിക്കും. നമ്മൾ ചിലവ് ചെയ്യുന്നത് എത്രയാണോ അതിൽ നിന്ന് അത്ര തന്നെ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടണമെന്ന് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ പ്രോസസ്സും ഉണ്ടാക്കുക. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിനനുസരിച്ച് തന്നെ അവർക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദ ഗവൺമെൻറ് ഡസ് നോട്ട് ഗീവ് ആസ് മച്ച് ഇമ്പോർട്ടൻസ് ദിസ് ലോ ആസ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഡസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കൊടുക്കുന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് ഈ ഇക്വോ മാർജിനൽ യൂട്ടിലിറ്റിക്ക് നൽകുന്നില്ല അവരുടെ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. നേച്ചർ ഓഫ് ബഡ്ജറ്റ്. സർപ്ലസ് ബഡ്ജറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഫോർ എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സ്പെൻഡ് ലെസ് than his income and save something. The government generally refer deficit budget. Government spends more than its income. ഇതിൽ നമ്മുടെ നേച്ചർ ഓഫ് ബഡ്ജറ്റാണ് പറഞ്ഞത്. പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള നേച്ചർ ഓഫ് ബഡ്ജറ്റ്. അത് പ്രൈവറ്റ് ഫിനാൻസ് ആകുമ്പോൾ അവരെപ്പോഴും സർപ്ലസ് ബഡ്ജറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. സർപ്ലസ് ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിലവ് എന്ന് പറയുന്നത് വരവിനേക്കാളും കുറവ് തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് 5 ലക്ഷം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ചിലവെന്ന് പറയുന്നത് 2 ലക്ഷമോ 2.5 ലക്ഷത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ നിൽക്കും. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് സർപ്ലസ് ആയിരിക്കും. അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റുകാരുടെ എപ്പോഴും ബഡ്ജറ്റ് എന്ന് പറയുന്നത് സർപ്ലസ് ആയിരിക്കും. ബാക്കി വരുന്ന ചിലവ് കഴിച്ച് ബാക്കിയുള്ള അവരുടെ ഇൻകം എന്ന് പറയുന്നത് അവർ സേവിങ്ങിന് ഉപയോഗിക്കും. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിസിറ്റ് ഫിനാൻസാണ് ഫേസ് ചെയ്യുക. കാരണം അവർ വരവിനേക്കാളും കൂടുതൽ ചിലവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് 5 ലക്ഷമാണ് വരവുള്ളത് എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് 8 ലക്ഷമോ 10 ലക്ഷമോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെഫിസിറ്റ് ഫിനാൻസാണ് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. കമ്പൽസറി ക്യാരക്ടർ. പബ്ലിക് ഫിനാൻസ് ഈസ് നോൺ ടു ഇറ്റ്സ് കമ്പൽസറി ക്യാരക്ടർ. ദ പബ്ലിക് അതോറിറ്റി കനോട്ട് അവോയ്ഡ് ഓർ പോസ്റ്റ്പോൺ സർട്ടൈൻ എക്സ്പെൻഡിച്ചർ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ഫിനാൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നതാണ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതൊരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണമാണ് ഡിഫൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് ലോയ്ക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് നടത്തുന്ന എക്സ്പെൻഡിച്ചർ അതൊരിക്കലും മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനോ പറ്റുന്നില്ല. പക്ഷേ പ്രൈവറ്റ് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ വോളണ്ടറി ഇൻ നേച്ചറാണ്. അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇൻഡിവിജ്വൽ ക്യാൻ പ്ലാൻ ടു പോസ്റ്റ്പോൺ ദെയർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരിക്കലും അവരുടെ അത്യാവശ്യമായിട്ടുള്ള ചിലവുകൾ മാറ്റിവെക്കാൻ പറ്റില്ല. പക്ഷേ പബ്ലിക് ഫിനാൻസിന് അത് പറ്റും. കൊയേഴ്സീവ് മെത്തേഡ്. ഗവൺമെൻറ് ക്യാൻ യൂസ് കൊയേഴ്സീവ് മെത്തേഡ് ടു കളക്ട് റവന്യൂ. ഈ മെത്തേഡ് എന്ന് പറയുന്നത് സമ്മർദ്ദം ചെലുത്തുക അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ ഗവൺമെൻറ്റിന് സാധിക്കും. ഇൻഡിവിജ്വലിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്താൻ ഗവൺമെൻറ്റിന് സാധിക്കും. പക്ഷേ ഒരിക്കലും പ്രൈവറ്റ് വ്യക്തി അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് സാധിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗവൺമെൻറ്റിന് ഇൻകം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വാറോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്രൈസിസ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഇൻഡിവിജ്വലിൽ നിന്നും അഡീഷണൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ ഒരിക്കലും പ്രൈവറ്റ് വ്യക്തിക്ക് ഒരു ഇൻഡിവിജ്വലിന് പ്രൈവറ്റ് ഫിനാൻസിന് ഒരിക്കലും മറ്റൊരു ഇൻഡിവിജ്വലിൽ കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ സമ്മർദ്ദമോ ചെലുത്താൻ പറ്റില്ല. അവർക്ക് ഇത്രയ്ക്ക് ടാക്സ് ആയി തരണമെന്നോ അങ്ങനെയൊന്നും പറ്റില്ല. ഇൻഡിവിജ്വൽ ഹാവ് ടു ഏൺ ദെയർ ഇൻകം ബൈ ദെയർ ഓൺ എഫേർട്ട്. അല്ലാതെ ടാക്സ് ആയിട്ടൊന്നും ആരിലും ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ്റിന് അത് പറ്റും. ഒരു ലംസം എമൗണ്ട് ടാക്സ് ആയിട്ട് ഏൺ ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് ടാക്സ് ഇമ്പോസ് ചെയ്ത് മൊത്തമായിട്ട് കളക്ട് ചെയ്യാനുമുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ സമ്മർദ്ദം ചെലുത്താൻ പറ്റും. ഇപ്പോൾ ഇൻകം വേണമെന്ന് പറഞ്ഞിട്ട് ടു കളക്ട് റവന്യൂ. സീക്രസി ഓഫ് ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് നമ്മളൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് പ്രൈവറ്റ് ഫിനാൻസിലാണ് ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പൊതുവെ ബഡ്ജറ്റിൻ്റെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ്റെ ബഡ്ജറ്റ് സെൻട്രൽ ബഡ്ജറ്റും ശരി സ്റ്റേറ്റ് ബഡ്ജറ്റും ശരി അതിങ്ങനെ എല്ലാവരെയും മറിച്ച് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഒരിക്കലുമില്ല. അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ പബ്ലിക്കായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ എത്ര വരവുണ്ട് എത്ര ചിലവുണ്ട് എന്ന് പബ്ലിക് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ഇൻഡിവിജ്വൽ വ്യക്തിയുടേത് നിങ്ങൾക്ക് എത്ര വരവുണ്ട് എത്ര ചിലവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പണായിട്ട് എല്ലാവർക്കും ഓപ്പണായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിക്കും. കാരണം അവർക്ക് മാത്രം അത് അറിയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നടത്തുന്ന ചിലവും വരവും ബഡ്ജറ്റ് ഉണ്ടാകുന്ന സമയത്ത്
എല്ലാവരോടും പറയുകയും അത് പ്രിൻ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് സീക്രസി ഓഫ് ബഡ്ജറ്റിൽ പറയുന്നത്. എലാസ്റ്റിസിറ്റി ഓഫ് ഫിനാൻസ്. Public finance is more elastic, flexible than private finance. There is no much scope for charging in private finance. Private finance drastic changes can be done. പബ്ലിക് ഫിനാൻസസിൽ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ചെയ്യാൻ പറ്റും. അതായത് പബ്ലിക്കിൻ്റെ ഫിനാൻസിലെ ഇൻകവും എക്സ്പെൻഡിച്ചറും ആവശ്യാനുസൃതം മാറ്റാനും കുറയ്ക്കാനുമുള്ള അധികാരമുണ്ട്. അത് മോർ ഇലാസ്റ്റിക് അഥവാ ഫ്ലെക്സിബിൾ എന്നുള്ള നേച്ചറാണ് പബ്ലിക് ഫിനാൻസിലുള്ളത്. പക്ഷേ പ്രൈവറ്റ് ഫിനാൻസിൽ ഈ സ്കോപ്പ് ഭയങ്കര കുറവാണ്. Pattern of expenditure. Public expenditure is governed by deliberate economic policy of government. The economic, social, political requirement of the country are considered while planning the public expenditure. Private finance is influenced by the habit, fashion, custom, status, and personal needs of the individual. Immediately objective of the private finance is maximized of their satisfaction. ഇതിൽ പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്കോണമിക് പോളിസിനനുസരിച്ചിട്ടായിരിക്കും പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുക. അതായത് ഗവൺമെൻറ് ചെലവ് നടത്തുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലേതാണ് പ്രയോറിറ്റി അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ചെലവുകൾ നടത്തുക. അപ്പോൾ ഒരു ചെലവ് നടത്തുമ്പോൾ അവർ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ റിക്വയർമെൻ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മൊത്തമല്ല, അയാളുടെ ഇൻഡിവിജ്വലിൻ്റെ ഹാബിറ്റ്, ഫാഷൻ, കസ്റ്റം, സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞു, എന്താണ് ഇൻകവും എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റിനെയാണ് നമ്മൾ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞത്. അതിന് ഡെഫിനിഷൻ പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, അതിനുശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിഫറൻസസ് എന്താണെന്നുമാണ് ഈ സെഷനിൽ നമ്മളിപ്പോൾ നോക്കിയത്.